നിങ്ങളുടെ താടിയിലും ജോലയിലും ഇതുപോലെ വലിയ വേദനയുള്ള കുരുക്കൾ വരാറുണ്ടോ? പീരീഡ്സ് വരുന്നതിന് മുമ്പ് മൂക്കുരു പെട്ടെന്ന് കൂടാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഹോർമോണൽ ആക്നെ ആയിരിക്കാം. ഹോർമോണൽ ആക്നെ എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെ അത് തടയാം എന്ന് പറഞ്ഞു തരാം. എല്ലാ മൂക്കുരും ഹോർമോണൽ ആക്നെ അല്ല. എന്നാൽ സ്ത്രീകളിൽ പ്രത്യേകിച്ച് PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹോർമോൺ ഇംബാലൻസ് എന്നിവയുള്ളവരിൽ ഹോർമോണൽ ആക്നെ വളരെ സാധാരണമാണ്. ഹോർമോണൽ ആക്നെ ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ആൻഡ്രോജൻ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രവർത്തിക്കും. ഇതിന്റെ ഫലമായിട്ട് ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്ലാൻഡ്സ് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കും. ഈ അധിക ഓയിലും ഡെഡ് സ്കിൻ സെൽസും ചേർന്ന് പോർച്ചുകൾ അടയ്ക്കും. ഇതിന്റെ കാരണമായിട്ട് കൂടുതൽ ആക്നെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ടാണ് പീരീഡ്സിന് ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് കൂടുതൽ മൂക്കുരു ഉണ്ടാകുന്നതും മുഖം എപ്പോഴും കൂടുതൽ ഓയിലി ആയിട്ട് തോന്നുന്നതും. ഈ ഹോർമോണൽ ആക്നെ കുറയാനും വരാതിരിക്കാനും എന്ത് ചെയ്യണം? ആദ്യത്തെ കാര്യം, ഹോർമോണൽ കാരണം കണ്ടെത്തണം. അതായത് PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ്, തൈറോയ്ഡ് ഡിസീസ് എന്നിവ ഉണ്ടെങ്കിൽ അത് കാരണം കണ്ടെത്തി ചികിത്സിക്കണം. രണ്ടാമത്തെ കാര്യം, ആക്നെ ഒരിക്കലും പൊട്ടിക്കുകയോ അമർത്തുകയോ ചെയ്യരുത്. ഇത് സ്ഥിരമായ ആക്നെ സ്കാർസും പിഗ്മെന്റേഷനും കൂട്ടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഓയിൽ ഫ്രീ നോൺ കോംപ്റ്റോജനിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുക. സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ക്രീമുകളും ഹോം റെമഡീസ് ഉപയോഗിക്കുന്നത് പലപ്പോഴും പ്രശ്നം വഷളാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നാലാമത്തെ കാര്യം, ചികിത്സ ഒരിക്കലും വൈകിപ്പിക്കരുത്. ഓരോ പുതിയ ആക്നെയും ഭാവിയിൽ കറുത്ത പാടുകളും സ്കാർസും ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഹോർമോണൽ ആക്നെയിൽ പുറമേ മാത്രം മരുന്ന് ഉപയോഗിച്ചാൽ മതിയാകില്ല. കാരണം സ്കിന്നിൽ മാത്രമല്ല പ്രശ്നം, ശരീരത്തിനുള്ളിലെ ഹോർമോണൽ മാറ്റങ്ങളിലുമാണ്. ഹോർമോണൽ ഇഷ്യൂസ് നിയന്ത്രണത്തിലാകുമ്പോൾ തന്നെ പുതിയ ആക്നെ വരുന്നത് കുറയുകയും ഓയിൽനെസ് നിയന്ത്രണത്തിലാവുകയും ആക്നെ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ നല്ല ഫലപ്രദമാവുകയും ചെയ്യും. അതോടൊപ്പം ആക്നെ കാരണമുള്ള സ്ഥിരമായിട്ടുള്ള സ്കാർസ്, പിഗ്മെന്റേഷൻ എന്നിവ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ഞാൻ ഹോർമോണൽ ആക്നെയുള്ള രോഗികളെ പരിശോധിക്കുമ്പോൾ പീരീഡ്സ് റെഗുലർ ആണോ, PCOS ഉണ്ടോ, തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, ലൈഫ് സ്റ്റൈല്, ഡയറ്റ്, ബ്ലഡ് റിപ്പോർട്ട്സുകൾ, ഹോർമോണൽ പ്രൊഫൈല് ഇതെല്ലാം ശരിക്കും വിലയിരുത്തിയ ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ജോലയിലും ചിന്നിലും വീണ്ടും വീണ്ടും കുരുക്കൾ വരാറുണ്ടോ? കമൻറ്റിൽ എഴുതും. ഈ വീഡിയോ ഹോർമോണൽ ആക്നെ കാരണം ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യും. സ്കിന്ന്, ഹെയർ, ഹോർമോൺ ഹെൽത്ത് സംബന്ധമായ അറിവുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.